16 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടുകൊണ്ട് ഇന്ന് മാർക്കോ 17ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ വിജയകരമായിട്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന സിനിമ തിയേറ്ററുകളിൽ ആളിക്കത്തുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം ചരിത്രം തിരുത്തുകയെഴുതുകയാണ്. ഇപ്പോൾ ഇതാ ആഗോള ബോക്സ് ഓഫീസിൽ 16 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 17ാം ദിവസത്തിലേക്ക് കടന്ന ചിത്രത്തിന്റെ 16 ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു കളക്ഷനിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 16 ദിവസങ്ങൾ കൊണ്ട് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് 39 കോടി 48 ലക്ഷം രൂപയാണ്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു വൻപൻ എമൗണ്ട് ആണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 16 ദിവസങ്ങൾ കൊണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാർക്കോ 4 ഭാഷകളിലാണ് കളിച്ചത്. അതിൽ മലയാളം പതിപ്പ് 16 ദിവസങ്ങൾ കൊണ്ട് 5 കോടി 76 ലക്ഷം രൂപയും, ഹിന്ദി പതിപ്പ് 16 ദിവസങ്ങൾ കൊണ്ട് 8 കോടി 16 ലക്ഷം രൂപയും, തെലുങ്ക് പതിപ്പ് 4 ദിവസങ്ങൾ കൊണ്ട് 4 കോടി 15 ലക്ഷം രൂപയും, തമിഴ് പതിപ്പ് 2 ദിവസങ്ങൾ കൊണ്ട് 55 ലക്ഷത്തിന് മുകളിലും സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 16 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് 18 കോടി 62 ലക്ഷം രൂപയാണ്. 16 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 58 കോടി രൂപയോളമാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനിലേക്ക് പോകുമ്പോൾ 16 ദിവസങ്ങൾ കൊണ്ട് 29 കോടി 70 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 16 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് 87 കോടി 80 ലക്ഷം രൂപയാണ്. ഇന്നത്തോടെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 90 കോടി പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.